കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വിദ്യാർത്ഥി മരിച്ചതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയാണ് 9 വയസ്സുകാരൻ ആശുപത്രിയിൽ ചെറിയ ശസ്ത്രക്രിയക്കെത്തിയ 9 വയസ്സുകാരൻ മരിച്ചത്. ആശുപത്രി അധികൃതർ കൃത്യമായ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയില്ല. ചികിത്സാ പിഴവ് തന്നെയാണ്. വളരെ ചെറിയ വയറ്റിലുണ്ടായ ചെറിയൊരു നീർക്കെട്ടുമായി ബന്ധപ്പെട്ടാണ് അവിടെ ചികിത്സയ്ക്കെത്തിയത്. അതിനെ തുടർന്ന് ശസ്ത്രക്രിയക്കിടെ കുട്ടി മരിച്ചു എന്നാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത്. മറ്റു വിശദാംശങ്ങളൊന്നും നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ ഇതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. ചികിത്സാ പിഴവിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. ജനറൽ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് തത്സമയം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഒരു ചെറിയ ശസ്ത്രക്രിയ, മൈനർ ശസ്ത്രക്രിയയുടെ ഭാഗമായാണ് 9 വയസ്സുകാരൻ ഇന്നലെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിയത്. എങ്ങനെയാണ് കുഞ്ഞ് മരിച്ചത്? എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? ചികിത്സാ പിഴവ് തന്നെയാണെന്ന് പ്രഥമ ദർശനത്തിൽ തന്നെ മനസ്സിലാകുന്നു. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധം നടക്കുന്നത്. അല്പസമയം മുമ്പ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. പ്രതിഷേധ മാർച്ച് പോലീസ് റോഡിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. എന്നാൽ ആ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ മുന്നിലേക്ക് പ്രധാന കവാടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ബേഡകം തലേക്കുന്ന് സ്വദേശി അഷറഫ് സഖാഫിയുടെയും ബുഷറയുടെയും മകൻ 9 വയസ്സുകാരൻ മുഹമ്മദ് യാസാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരിച്ചത്. ആശുപത്രിയിൽ സർജറിക്കിടെയാണ് കഴിഞ്ഞ ദിവസം കുട്ടി മരിച്ചത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് കുട്ടിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ സർജറിക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു. ചെറിയ സർജറി മാത്രമാണ് എന്നാണ് ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ ശസ്ത്രക്രിയക്കിടെ പിന്നീട് 2 തവണ കുട്ടിക്ക് ഹൃദയാഘാതമുണ്ടായെന്നും ഹൃദയാഘാതത്തെ തുടർന്ന് കുട്ടി മരിച്ചുവെന്നുമായിരുന്നു 12 മണിയോടുകൂടി ബന്ധുക്കൾക്ക് നൽകിയ വിവരം. ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് ഇത്തരം സംഭവം നടന്നത്. ഈ കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്ന ആരോപണവുമായി കുട്ടിയുടെ ബന്ധുക്കൾ, പിതാവ് ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമാണെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ടൗൺ പോലീസുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് വിവരം അറിയിച്ചതിന്റെ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ബന്ധുക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടായി എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്, വേദനാജനകമായ സംഭവമാണ്. 9 വയസ്സുകാരൻ വളരെ ചെറിയൊരു ആരോഗ്യ പ്രശ്നം കൊണ്ട്, ഉദരസംബന്ധമായ ഒരു ആരോഗ്യ പ്രശ്നം കൊണ്ട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. ഒരു മൈനർ സർജറി എന്നാണ് ഇവരെ അറിയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ സർജറിക്ക് പ്രവേശിപ്പിച്ച കുട്ടി പിന്നീട് ആശുപത്രി അധികൃതർ പറയുന്നത് ഇതിന് ശസ്ത്രക്രിയക്കിടെയുണ്ടായ ഹൃദയാഘാതം എന്ന വിവരമാണ് നൽകുന്നത്. സിജു, ഇതിൽ ഈ കുഞ്ഞിന് ഈ 9 വയസ്സുകാരന് ഒരു മൈനർ ശസ്ത്രക്രിയ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ശസ്ത്രക്രിയയുടെ ഭാഗമായി അനസ്തീഷ്യ നൽകിയിരുന്നോ? സാധാരണ അനസ്തീഷ്യയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ആരോഗ്യനിലയെ ബാധിക്കാറുണ്ട്. ഈ ശസ്ത്രക്രിയക്കിടെ 2 തവണ ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്താണ് ശരിയായ അവസ്ഥ? ഏതെങ്കിലും തരത്തിൽ ആശുപത്രി അധികൃതർ കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ടോ? സിജു, കുട്ടിയുടെ വയറിലായിരുന്നു പ്രശ്നം. ഉദരസംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് ഈ പൊക്കിൾ ചുഴിയിൽ കൂടി ആ വെള്ളം പുറത്തേക്ക് വരുന്ന ഒരു പ്രശ്നമായിരുന്നു അസുഖം. അതിന്റെ ഭാഗമായി നേരത്തെ ഡോക്ടറെ കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശസ്ത്രക്രിയക്കായി ഇവിടെ പ്രവേശിപ്പിച്ചത്. ചൊവ്വാഴ്ച എത്തുന്നു, ബുധനാഴ്ച ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയിരുന്നു എന്നൊരു വിവരമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. അതിനുശേഷം ഈ അനസ്തേഷ്യ
നൽകിയ ശേഷം ഈ ശസ്ത്രക്രിയ ഏതാണ്ട് പൂർത്തിയായിരുന്നു. അത് തൊട്ട് പിന്നാലെ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിനിടെയാണ് ആദ്യം ഒരു ഹൃദയാഘാതം ഉണ്ടായത് എന്നൊരു വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ മറ്റൊരു ഹൃദയാഘാതം കൂടി ഉണ്ടായി എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയാണ് കുടുംബം രേഖപ്പെടുത്തുന്നത്. 9 വയസ്സുകാരനാണ്. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കുട്ടിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരണപ്പെട്ടിരിക്കുന്നത്. വളരെ വേദനാജനകമായ, കുടുംബത്തെ ആകെ വേദനിപ്പിക്കുന്ന ഒരു സംഭവത്തിൽ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വസ്തുത അറിയണമെന്നൊരു കാര്യമാണ് പോലീസിന് മുന്നിലും അതോടൊപ്പം തന്നെ അധികൃതർക്ക് മുന്നിലും കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ചികിത്സാ പിഴവാണ് എന്ന ഗുരുതരമായ ഒരു ആരോപണം കുടുംബം മുന്നോട്ട് വെക്കുന്നു. ആ ഗുരുതരമായ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു ആശങ്ക കുടുംബത്തിനുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ സംഭവ വിവരം അറിഞ്ഞ് CPIM-ന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തിയിരുന്നു. അവർ ആവശ്യപ്പെട്ടത് കുടുംബത്തിന് ഇത്തരത്തിലൊരു ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിക്കണം. ഏത് സാഹചര്യത്തിലാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരണമെന്നൊരാവശ്യമാണ് CPIM-ന്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായത്. ഇന്ന് DYFIയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് നടക്കുന്നു. ജനറൽ ആശുപത്രിയിൽ ഈ ചികിത്സയ്ക്കിടെ കുട്ടി മരിച്ച സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി അധികൃതർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്കെതിരെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI ഇപ്പോൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കുട്ടിയുടെ രക്ഷിതാക്കളും ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യത്തിൽ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തി സമഗ്ര അന്വേഷണം നടത്തണം. വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് അടിയന്തരമായി നഷ്ടപരിഹാര തുക നൽകാൻ സർക്കാർ തയ്യാറാകണം. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ആരോഗ്യരംഗത്ത് തുടർച്ചയായി ചികിത്സാ പിഴവുകൾ ഉയർന്നു വരുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കാസർഗോഡ് ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ DYFIയുടെ പ്രതിഷേധം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടക്കുകയാണ്. ഒരു വിശദീകരണം നൽകാൻ, കുഞ്ഞെങ്ങനെ മരിച്ചു എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകാൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ചൊരു അന്വേഷണത്തിന് ജില്ലാതലത്തിൽ DMO തലത്തിൽ ഉത്തരവിട്ടിട്ടുമില്ല. അതിലാണ് പ്രതിഷേധം കനക്കുന്നത്.